ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ ലീഡ് കോഡാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് ലീഡ് കോഡിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യാൻ നമുക്കിനി ലീഡ് കോഡിലേക്ക് തന്നെ കടക്കാവുന്നതാണ്. ഓക്കെ, ലീഡ് കോഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് ലീഡ് കോഡ് ഒരു ലോകമാണ്, അതായത് ഡെവലപ്പേഴ്സിൻ്റെ ഒരു വേൾഡ് എന്ന് ഇതിനെ വിളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ലോകമാണ് ഈ ലീഡ് കോഡ്. ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ജിമ്മിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മസിലൊക്കെ ബിൽഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പേഴ്സിന് വേണ്ട ലോജിക്കൽ സ്കില്ല് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലീഡ് കോഡ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിനെ ചെറിയൊരു ഫോം പറയാം. ഓക്കെ, ഡെവലപ്പേഴ്സിൽ ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്ന്, അതായത് ഓരോ ലോജിക്കലും അങ്ങനത്തെ ക്യാപ്പബിലിറ്റിയും ഒക്കെ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണിത്. ഓക്കെ, ഒരു ചലഞ്ച് അല്ലെങ്കിൽ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ അങ്ങനത്തെ ലോജിക്കൽ എബിലിറ്റി ഒക്കെയാണ് വരുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല, നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കോഡ് എല്ലാ ഡെവലപ്പേഴ്സും യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇല്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഡെവലപ്പർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ എപ്പോഴും ഇത് തുടങ്ങി വെക്കണം. ചില കമ്പനീസ് എന്ത് ചോദിക്കും, ലീഡ് കോഡ് തന്നെ ചോദിക്കും. അതുപോലെ തന്നെ നമ്മളെ പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ എടുത്താൽ എത്രയോ വീക്ക്, അതായത് 7ാമത്തെ വീക്ക് തൊട്ടിട്ടാട്ടം എന്നുണ്ട് നമുക്ക് ലീഡ് കോഡ് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അതായത് ഒരു ടാസ്ക് തരും, ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് വരുന്നത്. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റിവ്യൂ ഹോൾഡ് ചെയ്യുന്ന പോലത്തെ സിറ്റുവേഷനൊക്കെ വരും. ആ ഒരു ലെവലിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് വീക്ക് 6-ലാണ്. അധികം ഒന്നും ലീഡ് കോഡിനെ കുറിച്ച് അറിയില്ല, ഞാനും പഠിച്ചു വരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ട് കുറേ മുമ്പ് ക്രിയേറ്റ് ചെയ്തതിന്, പക്ഷേ ജസ്റ്റ് പ്രോബ്ലം ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ കണ്ടിട്ടുണ്ടാവും ലീഡ് കോഡ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലീഡ് കോഡിൻ്റെ ഒരു ചലഞ്ച്, അതായത് ഡെയിലി 1 ക്വസ്റ്റ്യൻ ആണ് ടാർഗറ്റ് വെക്കുന്നത്. ഓക്കെ, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2-3 ചെയ്യും. അത് വരുന്ന ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് ഞാൻ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡെയിലി 1 ക്വസ്റ്റ്യൻ വെച്ച് പോകും. അത് എങ്ങനെ പോകുകയെന്ന് വെച്ചാൽ ഫുള്ള് മലയാളം എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല. അതായത് അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ആയിരിക്കും ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ടായിരിക്കും അതിൻ്റെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുന്ന പരിപാടി പോലെ പോകുന്നുണ്ടാകും. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല എന്ന് ഞാൻ പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പക്ഷേ ഇത് എനിക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോ തന്നെയാണ്. ഓക്കെ, എന്തിനാ ആ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ 2 റീസണാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്തു പോകും. ഓക്കെ, അതായത് ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു പോകുകയെന്ന് വെച്ചാൽ എന്തായാലും ഒരു വർഷം ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 365 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ചെയ്തെന്നുള്ള വിത്ത് എവിഡൻസും എൻ്റെ കയ്യിലുണ്ടാവും. എവിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, ഈ വീഡിയോസ് തന്നെ ആയിരിക്കും അതിൻ്റെ എവിഡൻസ് ആയിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ രീതി. ഓക്കെ, അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ തർജ്ജിമല്ല ഇംഗ്ലീഷിൽ പറയും, എന്നിട്ട് അതിനൊന്ന് മലയാളത്തിലേക്ക് ആക്കിത്തരും. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എൻ്റെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അത്യാവശ്യം ലോ ലെവലാണ്, വലിയ ഗ്രാമറൊന്നും ഉണ്ടാവില്ല. അത് കേൾക്കുന്നതിലൂടെ കേൾക്കുന്ന ലാഭം ഉണ്ടോ എന്ന് വെച്ചാൽ കുറച്ച് സമയം എനിക്ക് ചിരിക്കാം, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരും. ഓക്കെ, എന്തായാലും എനിക്ക് ഫുള്ളായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ഞാനും പഠിച്ചു തരുന്നൊരു ബിഗിനർ മാത്രമാണ്. സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും എൻ്റെ ലാംഗ്വേജ് അത്ര ബെറ്റർ ആയിരിക്കില്ല. ഓക്കെ, ബട്ട് ഇപ്പോൾ ലാസ്റ്റ് തൊട്ട് എത്തുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും അതൊക്കെ അങ്ങ് ഇമ്പ്രൂവ് ആവും. ഇപ്പം തന്നെ അത്യാവശ്യം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ബിലീഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ലീഡ് കോഡും പിന്നെ എന്ത് ചെയ്യാൻ ലീഡ് കോഡിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പേജ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഹോം പേജൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ലീഡ് കോഡിൻ്റെ ആ ഇൻ്റർഫേസിലേക്ക് കടക്കാം. ഞാൻ അക്കൗണ്ട് എങ്ങനെ എടുക്കുന്നതെന്നൊന്നും കാണിച്ചു തരുന്നില്ല. ഓക്കെ, സെർച്ച് ചെയ്താൽ ലീഡ് കോഡ് എന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഒരു സൈറ്റിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാകുക. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് കയറിയാൽ നിങ്ങൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഓക്കെ, അത് ഇനി എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇതുപോലത്തെ ഒരു പേജിലായിരിക്കും നിങ്ങൾ എത്തുക.
ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എടുത്തിട്ട് ചെയ്യുക ഏതെങ്കിലും അറിയെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മളതിലേക്ക് പോവുക. പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്, അതിലേക്ക് പോവുക. ഓക്കെ, അതിനകത്ത് കയറിയ ഇതുപോലൊരു ഇൻ്റർഫേസാണ് ഉണ്ടാകുക. ഇത് ഞാൻ ഡാർക്ക് ആക്കിയതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഇത് ഡാർക്ക് തന്നെയാണല്ലോ. ഓക്കെ, എനിക്ക് ഡിഫോൾട്ടായിട്ട് എനിക്ക് കിട്ടിയത് ഇതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ കുറേ ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ലോജിക്ക് ഉണ്ടാവില്ല ബിഗിനേഴ്സ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഈ സൈഡിൽ നോക്കി നിങ്ങൾക്ക് എന്ത് കാണാം, ഒരു കലണ്ടറൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഈ ഒരു കലണ്ടറിൻ്റെ അകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുള്ളൂ. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് റെഡ് ഡോട്ട് ഇട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി ലീഡ് കോഡിൽ ഓരോ ടാസ്ക് തരും. ആ ഓരോ ടാസ്കും ചെയ്യുമ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടിക്ക് വരും. ഓക്കെ, അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണില്ല, കാരണം അത് ലീഡ് കോഡ് ഡെയിലി ചലഞ്ച് എന്ന് വെച്ചാൽ അത് നമുക്ക് പേഴ്സണലായിട്ട് തരുന്ന ഒരു ചലഞ്ചല്ല, എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ചലഞ്ചാണത്. ഓക്കെ, അത് ഡെയിലി ടാസ്ക് ആയിട്ട് പറയാം. ഓക്കെ, ഡെയിലി 1 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓർ തരും. അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ ലോജിക്ക് അനക്കായിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഇത് എന്തായാലും ഫോളോ ചെയ്യുക. ഒരു ബിഗിനറായ നിലയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഏത് റൂട്ടിലൂട്ടി അതിന് വേണ്ടിയിട്ട് പോയേ, അത് എങ്ങനെയാണൊക്കെ കിട്ടിയ അതിൻ്റെ ആൻസർ, ആ ഒരു വേ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി ഉണ്ടാവും. ഓക്കെ, വീഡിയോ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആൻസറൊന്നും ഞാൻ പറയുന്നുണ്ടാവില്ല. ഓരോ വീഡിയോൻ്റെയും എന്ത് ചെയ്യുന്നുണ്ടാവും, ആ വീഡിയോൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിനായിരിക്കും ആ ഷോർട്സിലുണ്ടാകുക. പക്ഷേ ഷോർട്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവില്ല. ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഓരോ 10 സെക്കൻഡ് വെച്ച് കാണിച്ചു തരും. എന്നിട്ട് എന്ത് ചെയ്യും, ചെയ്യാൻ എത്ര ടൈം എടുത്തു ആ ഒരു വീഡിയോ ഉണ്ടാവും. അതായത് ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ അതിലുണ്ടാവും. ഓക്കെ, അതായത് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ അതിലുണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാനെടുത്ത ടൈമും അതിലുണ്ടാവും. 2 വീഡിയോ, അതായത് ഒരു ഷോർട്ട് വീഡിയോ, അത് ഈ വീഡിയോൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിനെ ആയിരിക്കും അതിലേക്ക് എടുക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു റെഗുലർ വീഡിയോ, വലിയ ഒരു ലോങ്, അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൻ്റെ അത് ഞാൻ ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്നൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാനത് കട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കും അത് എടുക്കുന്നുണ്ടാവും. ഓക്കെ, അതെടുത്ത് എങ്ങനെ കിട്ടിയെന്നും ആ ഒരു വീഡിയോ തന്നെ പറയും. അതിൻ്റെ റിസൾട്ട് അങ്ങനെ എനിക്ക് കിട്ടിയ വീഡിയോ വാച്ച് ചെയ്തിട്ടാണെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്കും കൊടുക്കും ആ ഒരു വിധത്തിൽ. അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇനി നമുക്ക് ഈ ഇൻ്റർഫേസിലേക്ക് ഇവിടെ നമുക്ക് അധികമൊന്നും ഇപ്പോൾ ചെയ്യാനായിട്ടില്ല, കാരണം കയറുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും നോക്കി പറയില്ലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ട് വന്ന ഇവിടെ കുറേ ടോപ്പിക്സ് ഫിമിഗേഷൻ അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാകുകയെന്ന് വെച്ചാൽ ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ഡിഫോൾട്ടായിട്ട് ഈ ഒരു ഫോമിൽ മീഡിയം ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ മിക്സ്ഡായ രീതിയിലൊക്കെ, അതായത് എല്ലാം കൂടി കലർന്നൊരു രൂപത്തിലായിരിക്കും ഉണ്ടാകുക. ഇനി അങ്ങനെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് സിമ്പിൾ മാത്രം മതിയെങ്കിൽ ആ ഒരു വിധത്തിൽ സെലക്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു സെലക്ടിങ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഡിഫിക്കൽട്ടി ലെവൽ സെലക്ട് ചെയ്യാൻ, മീഡിയം വേണോ ഹാർഡ് വേണോ ഈസി വേണോ, എന്തായാലും ഒരു ഈസി ലെവലിൽ നമുക്ക് എടുക്കാം. ഈസി കൊടുത്താലും ഇവിടെ ഫസ്റ്റ് ഒരു കലണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞ ഡെയിലി ക്വസ്റ്റ്യൻ, അതായത് ഡെയിലി ഇവർ തരുന്ന ഒരു ടാസ്ക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ, നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇവിടെ ഒരു ടിക്ക് വരും. ഓക്കെ, ആ ഒരു ടിക്ക് മാർക്ക് വരും. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ല, കാരണം ഇത് അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, എല്ലാ ഡെവലപ്പേഴ്സിനും വേണ്ടി കൊടുക്കുന്നില്ലേ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ലെവൽ ഉണ്ടാവും. ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറ്റുന്നതുമല്ല, ഞാൻ നോക്കും പറ്റുമോ ഇല്ലയോ, എന്നിട്ട് ഒഴിവാക്കിയല്ല, പറ്റില്ലെങ്കിൽ ഒഴിവാക്കും. ഒരു ഇതോ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈസി ലെവൽ കൊടുക്കാം. ഇനി ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ ഇത് നമ്മൾ എത്ര ശതമാനം ആൾക്കാർ ഇതിന് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതായത് ലീഡ് കോഡ് ഉപയോഗിക്കുന്നതിൽ എത്ര ശതമാനം ആൾക്കാർ ആൻസേഴ്സ് കൊടുത്തതെന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അതായത് ഈ 68% ആൾക്കാർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ, അതായത് പകുതിയിൽ ശതമാനത്തിൽ മേലോട്ടുള്ള ആൾക്കാരിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ അകത്തൊക്കെ നോക്കിയാൽ 54% ഒക്കെ ആവില്ല. ഓക്കെ, ഇനി ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതായത് കൂടുതൽ ആൾക്കാർ അറ്റൻഡ് ചെയ്തായിരിക്കല്ലേ, കൂടുതൽ ആൾക്കാർ പോകുന്ന വിധിയായിരിക്കും ഏറ്റവും സിമ്പിളായിട്ടുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് ഇത് ഏറ്റവും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അത് കൂടിയ ഓർഡറിൽ തന്നെ വരും. എന്താ 95% പ്രീമിയം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സജഷനിൽ പ്രീമിയം നിങ്ങൾ എടുക്കണ്ട. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ യൂട്യൂബിൽ കൊണ്ട് സെർച്ച് ചെയ്യുക, ഇതേ നമ്പർ. ഓക്കെ, ലീഡ് കോഡ് ആ നമ്പർ അടിച്ചാൽ തന്നെ ചിലപ്പോൾ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വീഡിയോയിൽ എന്താണോ ആൻസേഴ്സ് പറയുന്ന ആ ഒരു കാര്യങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അല്ലാണ്ട് വെറുതെ പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. പിന്നെ പേയ്മെൻറ്റ് ചെയ്താൽ വേറൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടാൽ പോരെ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ChatGPT അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, അതിലൊക്കെ കൊണ്ടുപോയിട്ടാൽ നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. പിന്നെ വെറുതെ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു ഇത് ഓപ്ഷൻ. പ്രത്യേകിച്ച് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ചെയ്യണ്ട. നിങ്ങൾ അത്യാവശ്യം കുറേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് പൈസ ഇട്ടാൽ മതി, അതായത് നിങ്ങൾ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്ത് കാണാം, താഴോട്ടേക്ക് വന്നാൽ ഇവിടെ കുറേ ക്വസ്റ്റ്യൻ കാണാം. ഇതിൻ്റെ അപ്പുറത്ത് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കാണാം. അതായത് ഇത് നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ എണ്ണമാണ് ഈ ഒരു ഭാഗത്തുള്ള. ഓക്കെ, അതായത് ഇവിടെ ഞാൻ മീഡിയം ലെവലിൽ ക്വസ്റ്റ്യൻസ് ഇത്രക്കും ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 859 ക്വസ്റ്റ്യനിൽ ഞാൻ 4 ക്വസ്റ്റ്യനാണ് ഇതുവരെ ചെയ്തത്. ഓക്കെ, മീഡിയം ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല, ഹാർഡും തൊട്ടിട്ടില്ല. ആ ഒരു വിധത്തിലാണ് എൻ്റെ ഉള്ളത്. നിങ്ങൾക്ക് ആദ്യം ബിഗിനറാണ്, നിങ്ങൾ തുടങ്ങുന്നുള്ളെങ്കിൽ 0 ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, അപ്പം ഇത്രക്കും 3000 സംതിങ് ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പെൻഡിങ് ഉണ്ട്. ഓക്കെ, ഡെയിലി വെച്ച് പോകും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈസി ടു ഓർഡറിലൊന്നല്ല ഉണ്ടാകും. ഓക്കെ, എല്ലാം കൂടി കലർന്ന ഒരു ഫോമിലായിരിക്കും ഇപ്പോൾ ഉണ്ടാകും. ഇനി ഞാൻ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോൻ്റെ ഉള്ളിലുള്ള ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു ലിങ്ക് ഉണ്ട്. അതായത് അതിൻ്റെ ഫോട്ടോനെ സൈഡ് കൊടുത്തേക്കാം, ആ മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. PDF മേക്ക് എ കോപ്പി വെച്ച് സേവ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു PDF എങ്ങനെയുണ്ടാകുക ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോമിലായിരിക്കും ആ ഒരു PDF ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ കയറുമ്പോൾ ഇവിടെ എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഫിമിഗേഷൻ അറ്റൻഡ് ചെയ്ത് ബ്രോഡ് ക്യാമ്പ് കയറിയ ഒരാൾക്ക് ഈ ഒരു PDF മേക്ക് എ കോപ്പി ചെയ്ത് എടുക്കാൻ അറിയുന്നതായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കോപ്പി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേറെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് ഇത് നിങ്ങളെ ഫയലിലേക്കും കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ഞാൻ എടുത്തതാണ്. ഓക്കെ, അങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു PDF അല്ല, നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടുക. അതുപോലെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്കാണ് പോവുക. അതിനകത്തൊരു ലീഡ് കോഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു PDF തന്നെ എത്തും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെയ്തതാണെങ്കിൽ yes എന്ന് കൊടുക്കുക, നോ കൊടുക്കുക, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, ചെയ്യാതാണ് ഇതുപോലെ ഉണ്ടാകുക. ഇതിനകത്ത് ഞാൻ 3 ക്വസ്റ്റ്യൻ ഇതുവരെ ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലീഡ് കോഡിൻ്റെ സൈറ്റിൽ തന്നെയാണ് പോവുക. ഓക്കെ, ഇതൊരു ഓർഡറിൽ ചെയ്ത് വെച്ചതെന്നുള്ളൂ. ഓക്കെ, എനിക്കിപ്പോൾ ചെയ്യാൻ ടൈമില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ചെയ്തെന്ന് നിങ്ങൾക്ക് വേണ്ടിക്കെടുക്കാൻ വേണ്ടിയിട്ട് വിട്ടേ. അപ്പോൾ ലീഡ് കോഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന നിലയിൽ ഇതിൻ്റെ അകത്ത് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഞാൻ നോക്കട്ടെ ഇതിനെ പറ്റിയെങ്കിൽ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ വീഡിയോയിൽ കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.